ഹലോ വെൽക്കം ലൈഫ് സ്റ്റൈൽ മലയാളം. ഇന്ന് ഞാൻ മാർവലിന്റെ ഒരു പെർഫ്യൂം പരിചയപ്പെടുത്താം. തോർ ബ്രിങ് ദ തണ്ടർ. അധികം ആൾക്കാരും ചിലപ്പോൾ ഇത് കണ്ടിട്ടുണ്ടാവില്ല. മാർവലിന്റെ പെർഫ്യൂംസ് ഉള്ള കാര്യം തന്നെ പലർക്കും അറിയണ്ടാവില്ല. എൻ്റെ കയ്യിൽ രണ്ടെണ്ണം ഉണ്ട്. ഒന്ന് തോറും പിന്നെ ഒരെണ്ണം ഹൾക്കും. അപ്പൊ അതിന്റെ താഴെ ഒരു ക്യാപ്ഷനും ഉണ്ട്. ഇവിടെ ബ്രിങ് ദ തണ്ടർ എന്നാണ് ഈ ക്യാപ്ഷൻ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് ജസ്റ്റ് 20 ml ആണ്. ഇതിന് ചെറിയ പ്രൈസേ ഉള്ളൂ. പക്ഷെ ഇതിന്റെ ഒരു രസകരമായ കാര്യം, ഇതിന് 100 ml നല്ല പ്രൈസും ഉണ്ട്. ഇപ്പോൾ 20 ml ഒക്കെ കിട്ടുകയാണെങ്കിൽ ചെറിയ പ്രൈസിന് എടുത്തോളൂ. 18 ml ആണ്, 20 അല്ല. ഓക്കെ, അപ്പോ ഞാനത് കുറേ നാൾ മുന്നേ വാങ്ങിച്ച ഒരു പെർഫ്യൂമാണ്. ഇത് 2023 മെയ്ഡ് ആണ്. ഇത് ഞാൻ ജസ്റ്റ് ഇങ്ങനെ വാങ്ങിയ സമയത്ത് ജസ്റ്റ് ഇങ്ങനെ നോക്കിയപ്പോൾ നല്ലൊരു ക്ലീൻ ആയിട്ടുള്ള ഒരു മൈൽഡ് ആയിട്ടുള്ള ഒരു വൈബാണ് ഇതിൽ നിന്ന് കിട്ടിയത്. ഇതിൽ നിന്നും പിന്നെ ഇതിൽ എന്തായിരുന്നു ഹൾക്കുന്നും രണ്ടും അങ്ങനെ തന്നെ വളരെ മൈൽഡ് ആയിട്ടുള്ള പെർഫ്യൂംസ് ആണ്. ഇത് EDT കോൺസെൻട്രേഷനിലുള്ളതാണ്. പക്ഷെ ഇതിന്റെ 100 ml EDP ആണ്. ചില പെർഫ്യൂംസ് അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വരാറുണ്ട്. അപ്പോ മാർവൽ എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയുന്നതാണ്, കോമിക്സ് ആണ് അവർ ഇറക്കാറുള്ളത്. മൂവീസ് ഉണ്ട്, മാർവലിന്റെ മൂവീസ് ഉണ്ട്. അപ്പോൾ എന്തായാലും അവരുടെ തന്നെ പ്രൊഡക്ട്സ് ആണിത്. പക്ഷെ ഇത് ഇവിടെ ഇന്ത്യയിൽ മാനുഫാക്ചർ ചെയ്തിട്ടുള്ളത് സെന്റിയൽസ് പറഞ്ഞിട്ടുള്ള കമ്പനിയാണ്. അവരാണ് വിരാട് കോഹ്ലിന്റെ പെർഫ്യൂം, അതുപോലെ സൽമാൻ ഖാന്റെ പെർഫ്യൂംസ് ഒക്കെ മാനുഫാക്ചർ ചെയ്യാറുള്ളത്. സോ ആ കമ്പനി തന്നെയാണ് ഇതും മാനുഫാക്ചർ ചെയ്യുന്നത്. മേ ബി ഔട്ട്സോഴ്സ് ചെയ്യുന്നതാവാം ഇങ്ങനെ ഒരു കമ്പനിക്ക് ഇവിടെ ഇറക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇത് നേരത്തെ മിന്ത്രയിലൊക്കെ ഉണ്ടായിരുന്നു. 1200 റേഞ്ചിലേക്കാണ് 100 ml പ്രൈസ് കണ്ടിരുന്നത്. അപ്പൊ എന്തായാലും ഇതിന്റെ ഫ്രാഗ്രൻസ് എങ്ങനെയുണ്ട് നോക്കാം. ഞാൻ പലതും പറഞ്ഞു പോയി. ഇതിന്റെ ഫ്രാഗ്രൻസ്, ഇത് നല്ല നല്ല ഫ്രാഗ്രൻസ് ആണ്. നല്ല ക്ലീൻ ആയിട്ടുള്ള വൈബാണ് ഈ പെർഫ്യൂമിൽ കിട്ടുന്നത്. അതായത് ഇതിന്റെ ഓപ്പണിങ്ങിൽ നമുക്ക് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു മസ്കുലിൻ ഫ്രഷ്നെസ് ആണ് ഉള്ളത്. അതിൽ ബർഗമൗട്ട്, പിന്നെ സാധാരണ നമ്മൾ കാണുന്ന ലെമണ്, ഇങ്ങനത്തെ ഒക്കെ ഒരു ഫ്രഷ്നെസ്സും അതിന്റെ കൂടെ തന്നെ ചെറുതായിട്ടൊരു ഒരു ഒരു എന്താ പറയുക, ഒരു ഗ്രീൻ ടച്ചും വരുന്നുണ്ട്. ഇങ്ങനെയാണ് ഇതിന്റെ ഓപ്പണിംഗ് ഉള്ളത്. പിന്നെ ഒരിത്തിരി ഡ്രൈ ഡൗൺ ആയാൽ നമുക്ക് ഒരു സ്പൈസി ഹീൻസ്, ഒരു ജിഞ്ചർ, കാർഡമം, ഇങ്ങനത്തൊക്കെയുള്ള ഒരു സ്പൈസി ആയിട്ടുള്ള നോട്ട്സും വരുന്നുണ്ട്. ഏറ്റവും ഡ്രൈ ഡൗൺ പോകുമ്പോൾ പിന്നെ ഇത് ഒരിത്തിരി ഒരു ഡാർക്കർ സൈഡിലേക്ക് പോയിട്ട് ഒരു സ്മോക്കി, ആംബർ, അങ്ങനത്തെ ഒരു ടച്ചിലേക്ക് ചെറുതായിട്ടൊരു വുഡി, ഒരു സിഡർ വുഡിന്റെ ഒക്കെ ഒരു ടച്ചും, ഇങ്ങനെ എല്ലാം കൂടി ആയിട്ടാണ് ഈ പെർഫ്യൂം പോകുന്നത്. അതായത് ഓപ്പണിങ്ങിൽ ഇതിലൊരു ഫ്രഷ്നെസ് ആണ്, അതിൽ ചെറിയൊരു ഗ്രീൻ ടച്ച് വരുന്നുണ്ട്. പിന്നീട് ഒരു ജിഞ്ചർ, കടപ്പം, ഇങ്ങനത്തെ ഒക്കെ ഒരു സ്പൈസി നോട്ട്സിലേക്ക് മാറിയിട്ട് അവിടുന്ന് പിന്നെ ഒരു സ്മോക്കി, ആംബർ, അങ്ങനെ ആ ഒരു കാറ്റഗറിയിലോട്ട് പോകുന്ന ഒരു പെർഫ്യൂം. ഇത് ഇങ്ങനെ ഒറ്റയടിക്ക് അപ്ലൈ ചെയ്താൽ ഏതെങ്കിലും പെർഫ്യൂമായിട്ടൊക്കെ സിമിലർ ആണോ ചോദിച്ചാൽ അങ്ങനെ ഒറ്റയടിക്ക് സിമിലാരിറ്റി ഒന്നും തോന്നുന്നില്ല. പക്ഷേ ഈ മാർവലിന്റെ പെർഫ്യൂംസ് പൊതുവെ ഒക്കെ ഇൻസ്പയർഡ് ആയിട്ടാണ് കണ്ടിട്ടുള്ളത്. ഇതിപ്പോൾ ഏതിന്റെ ഇൻസ്പയർഡ് ആണെന്നുള്ളത് എനിക്ക് പറയാൻ അറിയില്ല. ഓക്കെ, ഇത് ഞാൻ പലതവണ യൂസ് ചെയ്ത് നോക്കിയിരുന്നു. പക്ഷെ എനിക്കത് നല്ലൊരു വൈബുള്ള ഒരു പെർഫ്യൂം അങ്ങനെയാണ് തോന്നിയിട്ടുള്ളത്. അതല്ലാതെ ഇത് ഇന്നതിന്റെ ഒരു ക്ലോൺ ആയിട്ട് അങ്ങനെ എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ യൂസ് ചെയ്യാത്ത ഏതെങ്കിലും പെർഫ്യൂം ആയിരിക്കാം. അപ്പൊ എന്തായാലും അതാണ് ഇതിന്റെ ഫ്രാഗ്രൻസ് വരുന്നത്. ഇനി ഇതിന്റെ പെർഫോമൻസ് പറയുകയാണെങ്കിൽ വളരെ വീക്കർ പെർഫോമൻസ് ആണ്. സാധാരണ നമ്മൾ ഇങ്ങനത്തെ ഈ സെലിബ്രിറ്റി പെർഫ്യൂംസോ അല്ലെങ്കിൽ അല്ലാത്ത മറ്റ് ബ്രാൻഡുകൾ ഇറക്കുന്ന ഈ പെർഫ്യൂംസ് ഒക്കെ ഉണ്ടല്ലോ, നമ്മൾ എന്താ പറയാ, ഈ അഡിഡാസ്, പ്ലേ ബോയ് ഒക്കെ പറയുന്ന പോലെ തന്നെ ആ ഒരു കാറ്റഗറിയിൽ തന്നെ ഒരു 1 അവറിന്റെ ഉള്ളിലുള്ള ഒരു പ്രൊജക്ഷനും അവിടുത്തെ ഒരു മാക്സിമം ഒരു 2 to 2.5 hours വരെയുള്ള ഒരു പെർഫോമൻസ്, ഒരു ലോഞ്ചിവിറ്റി, അത്രേ ഈ സാധനം കിട്ടുന്നുള്ളൂ. അപ്പൊ എന്തായാലും അതൊക്കെ മനസ്സിൽ വെച്ചുകൊണ്ട് ട്രൈ ചെയ്യാൻ താല്പര്യമുള്ളവർ ട്രൈ ചെയ്ത് നോക്കിയുള്ളൂ. പക്ഷെ ഇതിന്റെ ചെറുത് നിങ്ങൾക്ക് ഒരിക്കലും നഷ്ടം വരില്ല. കാരണം അത് നല്ല ഫ്രാഗ്രൻസ് ആണ്. ചെറിയ പ്രൈസിന് ചെറുത് വാങ്ങിക്കാൻ കിട്ടുന്നുണ്ട്. ചെറുത് കിട്ടും എന്നുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കിയോളൂ. അതൊക്കെയാണ് തോർ, പിന്നെ ബാക്കി എന്താ ബ്രിങ് ദ തണ്ടർ എന്ന പെർഫ്യൂമിന്റെ ഡീറ്റെയിൽസ്. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ദിസ് വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ്.